ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 3-ാം തീയതി ദിവ്യബലി മധ്യേ നാം വായിച്ച് കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. യോഹന്നാൻ ഈശോയെ ലോകത്തിന് ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിത. പാപവിമോചകനായ ക്രിസ്തുവിനെ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുക. ഇന്ന് നാം മനോഹരമായൊരു തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ. ജനുവരി മാസം മുഴുവൻ ഈശോയുടെ അതിപരിശുദ്ധ നാമത്തെ വണങ്ങാനും ആ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാനും നമ്മെ സ്നേഹപൂർവ്വം പാരമ്പര്യമായി ക്ഷണിക്കുന്ന ഒരു മാസമാണ്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഈശോയുടെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയും വ്യാപ്തിയും എത്രമാത്രം ശക്തമാണെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷം പ്രത്യേകമായി ശിഷ്യന്മാരുടെ പ്രവർത്തിച്ച അത്ഭുതം, ആദ്യത്തെ അത്ഭുതം രേഖപ്പെടുത്തുക അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ദേവാലയത്തിൻ്റെ കവാടത്തിന് മുൻപിൽ കിടത്തിയിരുന്ന ജന്മനാ മുടന്തനായ ഭിക്ഷക്കാരനെ കാണുമ്പോൾ പത്രോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. അപ്പോസ്തല പ്രവർത്തനം 3:6. വെള്ളിയോ സ്വർണമോ എൻ്റെ കൈകളിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. മൂല്യവത്തതെന്ന് ലോകം പറയുന്ന ലോഹങ്ങളായ സ്വർണമോ വെള്ളിയോ അല്ല, അതിനേക്കാൾ അമൂല്യമായ യേശു നാമത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. ഈ അത്ഭുതത്തിന് ശേഷം അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും മറ്റുള്ളവർ യോഹന്നാനെയും പത്രോസിനെയും നോക്കുമ്പോൾ അവർക്കൊരു തിരുത്ത് പത്രോസ് നൽകുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 3:16. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ സാൻഹെദ്രീൻ സംഘത്തിലേക്ക് കർത്താവിനെ മരണത്തിന് വിധിക്കുവാൻ ഇടയായ പ്രധാന പുരോഹിതരായ അന്നാസും കയ്യഫാസും അലക്സാണ്ടറും അടങ്ങിയ സംഘത്തിലേക്ക് പത്രോസിനെയും യോഹന്നാനെയും കൊണ്ടുവരുമ്പോൾ അവരുടെ ചോദ്യം ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ആരുടെ നാമത്തിൽ ഈ അത്ഭുതം പ്രവർത്തിച്ചു? പത്രോസ് പറയുന്ന മറുപടി അപ്പോസ്തല പ്രവർത്തനം 4:7 രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1380 മുതൽ 1444 വരെ ജീവിച്ചിരുന്ന സിയന്നായിലെ വിശുദ്ധ ബെർണഡീൻ ആണ് ലോകത്തെമ്പാടും യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രസംഗിച്ചതും ആ ഭക്തി പ്രചരിപ്പിക്കാൻ ഇടയായ ഒരു മഹാവിശുദ്ധൻ. അദ്ദേഹം പറയുന്നുണ്ട്, യേശുനാമം ഉച്ചരിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ, ആ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ സുപ്രധാനപ്പെട്ട 3 കൃപകളാണ് ലഭിക്കുന്നത്. ദൈവത്തിന് മഹത്വം ലഭിക്കുന്നു. യേശുനാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപകളും അത്ഭുതങ്ങളും നമുക്ക് ലഭിക്കുന്നു. യേശുനാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗപ്രാപ്തിയിലേക്ക് നമുക്ക് സഹായിക്കാൻ സാധിക്കും. സുവിശേഷത്തിൽ തന്നെ യേശു തൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 17-ാം തിരുവചനം. 72 പേർ വിവിധയിടങ്ങളിൽ പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് തിരിച്ചു വരുമ്പോൾ ഈശോയുടെ മുമ്പിൽ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്: കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14, 13, 14 തിരുവചനങ്ങളിൽ ഇപ്രകാരം യേശു അരുൾ ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് തരും. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 16:23. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. യേശുനാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി തിരിച്ചറിഞ്ഞ് നമുക്ക് എന്നും അത് ഉരുവിടാം, പ്രാർത്ഥിക്കാം.
കൊളോസോസ് ലേഖനം 3:17 പ്രായോഗികമായൊരു നിർദ്ദേശം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നൽകുന്നുണ്ട്. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. യേശുവിൻ്റെ നാമം അത്ഭുത നാമമാണ്, ആശ്ചര്യനാമമാണ്, അത് കൃപ നൽകുന്ന നാമമാണ്. വിശ്വസിക്കാം, ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.